രണ്ടു വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്ത ഒരു സെയിൽസ് ഡാറ്റയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ആദ്യത്തെ ടേബിൾ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഡാറ്റ വെർട്ടിക്കൽ ആയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം. ഇനി നമ്മുടെ സെക്കൻഡ് ടേബിൾ ഒന്ന് നോക്കൂ. ഇവിടെ അതേ ഡാറ്റ ഹോറിസോണ്ടൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹോറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ ഡാറ്റ ഫ്ലോ ചെയ്യുന്നത്. ഇനി രണ്ട് ടേബിളിന്റെയും ഹെഡേഴ്സ് ഒന്ന് നോക്കൂ. ഫസ്റ്റത്തെ ടേബിളിന്റെ ഹെഡർ റോയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത് ഒരു കോളം വൈസ് മുകളിൽ നിന്ന് താഴോട്ടാണ് അതിന്റെ ഹെഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ, ജെയിംസ് വില്ലാർഡ് എന്ന വ്യക്തിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഞാൻ ഏത് ഫോർമുല യൂസ് ചെയ്യണം? എച്ച് ലുക്കപ്പ് ഓർ വി ലുക്കപ്പ്? വി ലുക്കപ്പ് പഠിപ്പിച്ച സമയത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, വി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആണ്. നമ്മുടെ ഫസ്റ്റ് ടേബിളിലെ ഡാറ്റ വെർട്ടിക്കലായി അറേഞ്ച് ചെയ്തത് കൊണ്ട് ഇവിടെ വി ലുക്കപ്പ് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് തന്നെ എച്ച് ലുക്കപ്പ് ആണ്. എച്ച് ലുക്കപ്പിലെ എച്ച് എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ ആണ്. അതായത് നമ്മുടെ സെക്കൻഡ് ടേബിളിലെ ഡാറ്റ ലെഫ്റ്റ് ടു റൈറ്റ് ഹോറിസോണ്ടൽ ആയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെയിംസ് വില്ലാർഡിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സെക്കൻഡ് ടേബിളിൽ കണ്ടുപിടിക്കാൻ എച്ച് ലുക്കപ്പ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ എച്ച് ലുക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലുക്കപ്പ് വാല്യൂ മുകളിലും റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ താഴെയും ആകണം. ഇവിടെ നിങ്ങൾക്ക് എച്ച് ലുക്കപ്പ് ഫംഗ്ഷൻ കാണാം. അതിൽ 4 ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് 3 എണ്ണം മാൻഡേറ്ററി ആണ് അഥവാ നിർബന്ധം. നാലാമത്തെ ആർഗ്യുമെന്റ് ഓപ്ഷണൽ ആണ്. നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെന്റ് ലുക്കപ്പ് വാല്യൂ ആണ്. ജെയിംസ് വില്ലാർഡ് എന്ന സെയിൽസ് പേഴ്സന്റെ ഡാറ്റയാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ലുക്കപ്പ് വാല്യൂ ജെയിംസ് വില്ലാർഡ് ആണ്. ഇനി രണ്ടാമത്തെ ആർഗ്യുമെന്റ് ടേബിൾ അറേ ആണ്. നമ്മുടെ ലുക്കപ്പ് വാല്യൂ ജെയിംസ് വില്ലാർഡ് സെർച്ച് ചെയ്യാനുള്ള റേഞ്ച് അഥവാ ടേബിൾ ഡാറ്റയാണ് ഇവിടുത്തെ ടേബിൾ അറേ. ഇനി മൂന്നാമത്തെ ആർഗ്യുമെന്റ് ആണ് റോ ഇൻഡെക്സ്. ഇപ്പോൾ ജെയിംസ് വില്ലാർഡ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് നമ്പർ ഓഫ് കസ്റ്റമർ, എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ റോ ഇൻഡെക്സ് 2 ആണ്. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ റോ ഇൻഡെക്സ് 4 എന്ന് കൊടുക്കണം. അതായത് നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ചിന്റെ ഫസ്റ്റ് റോ 1 എന്നും ശേഷം വരുന്ന റോസിന് +1 വെച്ച് ആഡ് ചെയ്താൽ റോ ഇൻഡെക്സ് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ നാലാമത്തെ ആർഗ്യുമെന്റ് ആണ് റേഞ്ച് ലുക്കപ്പ്. അതിന് രണ്ട് ഓപ്ഷൻസ് കൊടുക്കാം, 1 ഓർ 0. നമ്മൾ 3 ആർഗ്യുമെന്റ് മാത്രം കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ ഡീഫോൾട്ടായി 1 എന്നാണ് അത് കൺസിഡർ ചെയ്യുക. ഇവിടെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് 1ന് പകരം 0 കൊടുക്കുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ലുക്കപ്പ് വാല്യൂ ജെയിംസ് വില്ലാർഡ് കറക്റ്റായി എക്സാക്റ്റ് ആയിട്ട് ടേബിൾ അറേയിൽ സെർച്ച് ചെയ്യുന്നതാണ്. ഇതിന് പകരം ഇനി നമ്മൾ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ ലുക്കപ്പ് വാല്യൂ ഉള്ള റോ, ഈ ഫസ്റ്റ് റോ ഇൻക്രീസിങ് ഓർഡറിൽ, നമ്പർ ആണെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ അഥവാ നെയിംസ് ആണെങ്കിൽ എ ടു സെഡ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. ഇങ്ങനെ സോർട്ട് ചെയ്താൽ മാത്രമേ അപ്രോക്സിമേറ്റ് മാച്ച് കറക്റ്റ് ആയ വാല്യൂ റിട്ടേൺ ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എക്സാക്റ്റ് മാച്ച് യൂസ് ചെയ്യാൻ പറയുന്നത്. ഇനി നമ്മുടെ എക്സൽ ഷീറ്റിലോട്ട് നമുക്ക് പോകാം. പ്ലാനറ്റ് ഡാറ്റയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. പ്ലാനറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രഹങ്ങളുടെ നെയിംസും അതുപോലെ അവരുടെ ടെമ്പറേച്ചർ ആണ് ഉള്ളത്. നമുക്കിവിടെ കാണാം മെർക്കുറി, വീനസ്, എർത്ത്, കൂടാതെ ടെമ്പറേച്ചർ 468, 869 എന്നൊക്കെ. നമ്മുടെ ഒബ്ജക്റ്റീവ് ഈ പ്ലാനറ്റിന്റെ പേരനുസരിച്ചുള്ള ഡയാമീറ്റർ കണ്ടുപിടിക്കണം അഥവാ വ്യാസം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ ഡയമീറ്റർ ഷീറ്റ് ഉണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാം ഓരോ പ്ലാനറ്റ് ഗ്രഹങ്ങളുടെ വ്യാസം ഡയമീറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡയമീറ്റർ ഡാറ്റ ഷീറ്റാണ്. ഈ ഷീറ്റിൽ നിന്നും നമുക്ക് പ്ലാനറ്റ് ഷീറ്റിലെ പ്ലാനറ്റിന്റെ നെയിംസ് അനുസരിച്ച് നമുക്ക് ഡയമീറ്റേഴ്സ് ഫിൽ ചെയ്യണം. ഈ ഡാറ്റ ഹോറിസോണ്ടൽ ആയാണ് അറേഞ്ച് ചെയ്തത് ആൻഡ് ഹെഡേഴ്സ് എല്ലാം വെർട്ടിക്കൽ ആണ്. നോക്കൂ, മുകളിൽ നിന്ന് താഴോട്ട്. അങ്ങനെ ഹെഡേഴ്സ് വെർട്ടിക്കലും ഡാറ്റ ഹോറിസോണ്ടൽ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എച്ച് ലുക്കപ്പ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈക്വൽ എച്ച് ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്ക് എച്ച് ലുക്കപ്പ് കാണാം. അത് സെലക്ട് ചെയ്യാൻ ടാബ് പ്രസ് ചെയ്യുന്നു. ഇനി ലുക്കപ്പ് വാല്യൂ കൊടുക്കണം. എന്താണ് നമ്മുടെ ലുക്കപ്പ് വാല്യൂ? മെർക്കുറി. അപ്പോൾ ഞാനത് കൊടുത്തു, കോമ
ടേബിൾ അറേയാണ് ഇനി കൊടുക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ടേബിൾ അറേ എന്ന് പറഞ്ഞാൽ ലുക്കപ്പ് വാല്യൂ ആയ മെർക്കുറി സെർച്ച് ചെയ്തുകൊണ്ട് ഡയമീറ്റർ റിട്ടേൺ ചെയ്യേണ്ട ആ റേഞ്ച് ആണ് ടേബിൾ അറേ. അതുകൊണ്ട് നമ്മുടെ ഡയമീറ്റർ ഷീറ്റിലാണ് നമ്മുടെ ടേബിൾ അറേ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഡയമീറ്റർ ടാബിലോട്ട് പോകാം. ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ടേബിൾ അറേ സെലക്ട് ചെയ്യാം. ഒന്നെങ്കിൽ ഈ റോ 2 and 3 എന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഡാറ്റ മാത്രം സെലക്ട് ചെയ്താൽ മതി. ആദ്യം കാണിച്ച രീതിയിൽ റോ സെലക്ട് ചെയ്താൽ നമ്മുടെ ഡാറ്റ ഗ്രോ ചെയ്താലും അത് കൺസിഡർ ചെയ്യും. എന്നാൽ ഈ രണ്ടാമത്തെ രീതിയിൽ, അതായത് B2 മുതൽ I3 വരെയുള്ള റേഞ്ച് ആണ് നമ്മൾ ഒരു പക്ഷെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നാളെ നമ്മുടെ ഡാറ്റ ഗ്രോ ചെയ്യാണ്. ഇപ്പോൾ ലാസ്റ്റ് യൂസ്ഡ് കോളം I ആണ്. നാളെ J കോളത്തിൽ ഡാറ്റ വന്നാൽ നമ്മുടെ HLOOKUPലെ ടേബിൾ അറേ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഞാൻ രണ്ടാമത്തെ മെത്തേഡ് ഫോളോ ചെയ്യുന്നു. ഈ റേഞ്ച് സെലക്ട് ചെയ്തിട്ട് കോമ റോ ഇൻഡെക്സ് നമ്പർ. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ടേബിൾ അറേ സെലക്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് സെലക്ട് ചെയ്തത് പ്ലാനറ്റ് ഡാറ്റയാണ്. അപ്പോൾ അതിൻ്റെ റോ ഇൻഡെക്സ് നമ്പർ 1 ആണ്. നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് ഡയമീറ്റർ ആണ്. അതിൻ്റെ ഇൻഡെക്സ് രണ്ടാമത്തെ ഐറ്റം ആയതുകൊണ്ട് 2 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 എന്ന് കൊടുത്തിട്ട് കോമ റേഞ്ച് ലുക്കപ്പ് എക്സാക്ട് മാച്ച് കിട്ടാൻ വേണ്ടി 0 എന്ന് കൊടുത്തിട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് എൻ്റർ. അങ്ങനെ നമുക്ക് നമ്മുടെ വാല്യൂ ലഭിച്ചു. ഈ ഫോർമുല ലെഫ്റ്റ് ടു റൈറ്റ് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഇറർ വാല്യൂ ലഭിക്കും. കാരണം എന്താ, നമ്മുടെ ടേബിൾ അറേ റേഞ്ച് റിലേറ്റീവ് സെൽ റെഫറൻസ് ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ റേഞ്ച് ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ അബ്സൊല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റണം. അതിന് നമ്മൾ ഇവിടെ F4 പ്രസ് ചെയ്യുന്നു. ഇനി എൻ്റർ പ്രസ് ചെയ്യുന്നു. അബ്സൊല്യൂട്ട് ആൻഡ് റിലേറ്റീവ് റെഫറൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കഴിഞ്ഞ പാർട്ട് 6 വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ഇനി ഫിൽ ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫോർമുല ലെഫ്റ്റ് ടു റൈറ്റ് ഡ്രാഗ് ചെയ്യാം. ഇനി നമ്മുടെ ഫോർമുല ചെക്ക് ചെയ്യാം. ഇവിടെ മാർസിന്റെ ഡയമീറ്റർ 6790 ആണ്. നമ്മുടെ ഡയമീറ്റർ ഷീറ്റിൽ പോയാൽ ഇവിടെയും നമ്മുടെ മാർസിന്റെ ഡയമീറ്റർ 6790 തന്നെയാണ്. ഒരു മിനിറ്റ്, നിങ്ങൾ അങ്ങനെ വെറുതെ ഇവിടെ വന്ന് വീഡിയോ കണ്ട് പോയാൽ മതിയോ? നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരുന്നുണ്ട്. ഇവിടെ ഹോംവർക്ക് ടാബിൽ പോയാൽ നിങ്ങൾക്കൊരു ഫ്രൂട്ട് ഡാറ്റ കാണാം. ഫ്രൂട്ടിന്റെ നെയിംസും അവരുടെ ക്വാണ്ടിറ്റി, എത്ര കൗണ്ട് ഫ്രൂട്ട്സ് ഉണ്ട്, കൂടാതെ അവരുടെ പ്രൈസും കാണാം. ഞാൻ ഇവിടെ നിങ്ങൾക്കായി ഒരു ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെലക്ട് ചെയ്യുന്ന ഫ്രൂട്ടിനനുസരിച്ച് അതിന്റെ പ്രൈസ് ഇവിടെ കാണിക്കണം. ഇവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല ഞാൻ പറഞ്ഞു തരില്ല. നിങ്ങൾ ഈ പഠിപ്പിച്ച ക്ലാസ് വെച്ച് തീർച്ചയായും നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാം. ഈ പ്രാക്ടീസ് വർക്ക് ബുക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇമെയിൽ ID-യിൽ ഇത് ഫോർവേഡ് ചെയ്യാം. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ കമന്റ് ബോക്സിൽ പോരട്ടെ. കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ന്യൂ വീഡിയോ അപ്ഡേറ്റ്സ് ലഭിക്കാൻ ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.